ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ജേജ രാവിലെ മുതലേ ചോദിക്കുന്നുണ്ട് ജാഷാപ്പ് ഉണ്ടോ, ജാഷാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലാണ്. ഷൊത്തുമണിക്ക് എന്താണ് ഷൊത്തുമണി എവിടേക്ക് വരണോ? പുല്ലൂർക്ക് വരണോ? അപ്പൊ ജാഷാപ്പ് എന്തെവിടെ നിന്നോട്ടെ, നമുക്ക് രണ്ടും കൂടി പുല്ലൂർക്ക് പോയിക്കാണ്ട് വരാ. എന്നാ ജാഷാപ്പ് ഉണ്ട് അല്ലാ പഠിച്ചോ, ജാഷാപ്പ് ഉണ്ട് കേട്ടാ. അപ്പൊ ജാഷാപ്പാൻ ആരോ തെറാപ്പി ഒക്കെ ചെയ്ത് കൊടുക്കല്? ജാജക്ക് തെറാപ്പി ചെയ്യാനറിയോ? എങ്ങനെ ചെയ്യല്? എങ്ങനെ അങ്ങനെ ചെയ്യാനറിയോ? ജാഷാപ്പാനെ പൊന്തുവാ എങ്ങനെ എടുക്കല്? ജാഷാപ്പാനെ അങ്ങനെ എടുക്കൂ. അവന് ജാഷാപ്പ് ഉണ്ടാകും എന്നുള്ള ഒരു സമാധാനത്തിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇരുത്തിയതാട്ടോ. അതൊക്കെ ഉച്ചക്കത്തെ വീഡിയോ ആണ്. രാവിലെ മുതലേ അവൻ ജാഷാപ്പാൻ്റെ പുറകെയാണ്, എൻ്റെ പുല്ലൂർക്ക് ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ വൈകുന്നേരം ഉമ്മയും മുത്തും കൂടി ഞങ്ങൾ വിളിക്കാൻ വന്ന് അപ്പം മുതൽ അവൻ ആകെ ടെൻഷനാട്ടോ. അവന് അതുവരെ നല്ല ആക്റ്റീവായിട്ട് നിന്നിരുന്ന ആള് പെട്ടെന്ന് കളിയില്ല, ചിരില്ല, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു. അവനക്കൊരു ടെൻഷന്, മിണ്ടുന്നില്ല, എല്ലാത്തിൻ്റെ ഒരു മൂളക്കം മാത്രം. അവന് ജാഷിക്കാനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കാട്ടോ. അവനക്ക് ഇനി ജാഷാപ്പാനെ കൊണ്ടാവാതെ പോവോ എന്നുള്ളൊരു ടെൻഷൻ ആയിരിക്കും. അവന് ഒന്നിക്കില്ല, കുട്ടികളെല്ലാവരും അവിടെ കളിക്കുന്നുണ്ട്, അവൻ അതിലേക്ക് ഒന്നിക്കില്ല. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മുത്തു പറഞ്ഞ് നമുക്കിന്നാ പോവല്ലേ ജേജ, നമുക്കിന്നാ വണ്ടിയിൽ കയറി പറഞ്ഞപ്പോൾ ഞാൻ ഇല്ല, എൻ്റെ ജാഷാപ്പല്ലാതെ ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ നടന്നു പോകുന്നതാട്ടാ കാണുന്നത്. അപ്പൊ മുത്തു പറയുന്നുണ്ട് ജാഷാപ്പനെ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് മുത്തുവിന്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടാ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ മുത്തു പറഞ്ഞ് ജാഷാപ്പാനെ കൊണ്ടുപോകണ തെറാപ്പിയൊക്കെ ഉള്ളതല്ല ജാഷാപ്പാക്ക് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവൻ കുറുമ്പളകുന്നതാട്ടോ. പിന്നെ ഇന്നെ വന്നാണ്ട് അള്ളി പിടിച്ച് കേട്ടാ. അവൻ കരയുന്നില്ല, പക്ഷെ അവനക്ക് ഇങ്ങനെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് ചുണ്ടിങ്ങനെ പോകുന്നുണ്ട് കേട്ടാ. നമുക്ക് കാണുമ്പോ തന്നെ നമുക്ക് സങ്കടം വരാട്ടോ. എന്താണ് ആര് വേണോ ജാഷാപ്പിക്ക് തെറാപ്പി കാര്യം ചെയ്ത് നോക്കല്? അതല്ല, യാസിയാക്ക് പറഞ്ഞ് നാളെ ജാഷാപ്പാനെ കൊണ്ടാക്കി തരാന്ന്. മാമ കൊണ്ടായാ മതിയോന്ന് മാമനോട് ചോദിച്ചോക്ക് ജാഷാപ്പാനെ മുത്തുമാമക്ക് പൊന്തൂലാലാ. എല്ലാ പ്രാവശ്യവും ഞാൻ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനത്തെ ചിണുങ്ങലൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇത്രക്ക് ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഇവനെ ഇവിടുന്ന് കൊണ്ടുപോവാന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെ ആയിരുന്നു കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് അതിന്റെ കുറച്ച് ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. എന്നാ ഞാനും ജാജും കൂടി പോവാം. എന്നാ ഇജ്ജ് ജാഷാപ്പി ഇവിടെ നിന്നോ, ഞാനും പോയി നിന്ന്. ഞാൻ നാളെ ഇങ്ങോട്ട് തന്നെ വരൂ. എന്നാ പിന്നെ എങ്ങനെ വേണ്ടി പറയുന്നാല് എങ്ങനെ ഇവന്റെ ഈ കരച്ചിലും ചിണുങ്ങലൊക്കെ കാണുമ്പോൾ ജാഷിക്കാക്കും നല്ല സങ്കടം ഉണ്ട് കേട്ടോ. ജാഷിക്കാക്ക് മാത്രമല്ല, കണ്ടു നിൽക്കുന്ന അവിടെയുള്ള എല്ലാവർക്കും സങ്കടം വരികയാണ്. എന്താ ഇപ്പം ചെയ്യ, കുട്ടീനെ ഇപ്പം എങ്ങനെ ഇപ്പം ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കേട്ടോ. അവനൊരു പഠിക്കാൻ അനങ്ങുന്നില്ല, അവൻ ജാഷിപ്പില്ലാണ്ട് അവനില്ല എന്നുള്ള മട്ടിലാണ്. ജാഷിക്കന്നെ ഒരു മയത്തിലൊക്കെ അവനോട് പറയാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല കേട്ടോ. നാളെ രാവിലെ അങ്ങോട്ട് വരാം, പോയിട്ട് നാളെ ചിരിക്കിളി ചിരിച്ചതെന്താണ് ചിരിച്ചു. അങ്ങനെ ജേജക്കുട്ടിന്റെ സങ്കടത്തിന് മുന്നിൽ ഞങ്ങൾ കീഴടങ്ങിയിട്ടാ. ജാഷിക്ക് ഞങ്ങളെ കൂടെ വരാന്ന് തീരുമാനിച്ചിട്ടാ. ഇന്ന് വന്നിട്ട് നാളെ തിരിച്ചിങ്ങോട്ട് വരാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും കരച്ചിൽ എന്തായാലും ഉറപ്പാണ്. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടി അവിടെ നിന്ന് ഇറങ്ങി. ജേജക്ക് ഇപ്പോഴായിട്ടൊരു സമാധാനമായത്, അവന്റെ മുഖത്തൊരു തെളിച്ചവും ചിരിയൊക്കെ ഇപ്പോഴായിട്ടൊന്ന് കണ്ടത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഉമ്മ പറഞ്ഞത് ഞാൻ ചായയും സമൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന്. ഇന്നാളത്തെ പോലെ വയലിൽ നിന്ന് ചായ കുടിക്കാൻ ഒരു കട ഒന്നും ഇല്ലെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു. ഉമ്മ നല്ലോണം പൊരിക്കടിയൊക്കെ ഉണ്ടാക്കൂട്ടോ. സമൂസ, ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, കട്ട്ലറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ലോണം ഉണ്ടാക്കും. നല്ല ടേസ്റ്റ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിൽ ഉമ്മാന്റെ പൊരിക്കടി ഫേമസ് ആട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഉമ്മാന്റെ വീട്ടിൽ കാട്ടാ. ജാഷിക്കുള്ളതുകൊണ്ട് വല്യപ്പാനൊക്കെ ഒന്ന് കണ്ടുകാണ്ട് പോവാന്ന് വെച്ചിട്ടാ. ഇതാണ് മുത്തുവിന്റെ വീട് കേട്ടാ. ഇതിന്റെ അപ്പുറത്തുള്ളത് ഞങ്ങളുടെ തറവാട് കേട്ടാ. അപ്പൊ അതാ വല്യമ്മ അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ. അസ്സലാമു അലൈക്കും.
അങ്ങനെ വല്യമാനെ കണ്ട് വല്യമ്മ നേരെ ജാഷിക്കാൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഞാൻ വല്യപ്പാൻ്റെ അടുത്തേക്ക് വന്നിട്ട് കയറിയതാട്ടോ. വല്യപ്പാക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വല്യപ്പാൻ്റെ അടുത്തേക്ക് വന്നതാണ്. നോക്കട്ടെ, അല്ലാ നല്ല സ്റ്റിച്ച് ഉണ്ടല്ലോ. ഉണ്ടാ വല്യപ്പാൻ്റെ മുറിയാണ് കേട്ടാ. വല്യപ്പ വീണതാണ്. കണ്ണൊന്നും കുഴപ്പമില്ലല്ലേ, ഇവിടെ മാത്രം വലിയൊരു സ്റ്റിച്ച് ഉണ്ടാ. വല്യപ്പ ഒന്ന് വീണിട്ടുണ്ടായിന്ന്. അപ്പൊ നെറ്റിയൊക്കെ പൊട്ടിയിട്ട് സ്റ്റിച്ച് ഇട്ടിരുന്നു. അപ്പൊ സ്റ്റിച്ചൊക്കെ ഇപ്പൊ എടുത്തിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ അതിനെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കുകയായിരുന്നു. ജാഷിക്കാക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വണ്ടിയിൽ തന്നെ ഇരിക്കാട്ടോ. അപ്പൊ എല്ലാരും വണ്ടീന്റെ അടുത്ത് പോയി ജാഷിക്കാനായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ എല്ലാരെയും കണ്ട് റാഹത്തായിട്ടോ. അങ്ങനെ എല്ലാരെയും കണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴാണ് രസം. ജാഷിയാപ്പ് ഇറങ്ങാണ്ട് ജേജ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല. എന്താണ് എന്തിനോ നോക്കണേ? ജാഷാപ്പ് ഉണ്ടല്ലോ ജാഷാപ്പ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ് കേട്ടോ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ മടിയാണ് ഭയങ്കര. നിങ്ങൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യട്ടാ. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങൾ എന്തെങ്ങനെ കമന്റിൽ നിങ്ങൾ ലവും സിമ്പിളൊക്കെ ഇടുന്നതിന് പകരം നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയട്ടെ. അപ്പോഴല്ലേ നമുക്ക് മുന്നിലേക്ക് ഇനി വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം അതല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടാ. കണ്ടോട്ടായി